ലോകത്ത് ഇന്ന് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ്. പലരും വിചാരിക്കുന്നത് ഇതിന് കാരണം മുസ്ലിം രാജ്യങ്ങളിൽ ജനസംഖ്യ എന്നതാണ്. എന്നാൽ യഥാർത്ഥ കാരണം മറ്റു ചിലതാണ്. യൂറോപ്പിലും അമേരിക്കയിലും ഉയർന്ന വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകൾ, സയന്റിസ്റ്റുകൾ തുടങ്ങി വൻതോതിൽ ജനങ്ങൾ അവരുടെ പഴയ ജീവിത രീതി ഉപേക്ഷിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. നമുക്ക് ആദ്യം തന്നെ ആഗോള തലത്തിലുള്ള ചില കൃത്യമായ കണക്കുകളിലേക്ക് പോകാം. പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ വർധനവാണ്. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഇസ്ലാം സ്വീകരിക്കുന്നതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് എന്നതാണ്. പാശ്ചാത്യ മാധ്യമങ്ങൾ പലപ്പോഴും ഇസ്ലാം സ്ത്രീ വിരുദ്ധമാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ UK-യിലും അമേരിക്കയിലും യൂറോപ്പിലും ഇസ്ലാം സ്വീകരിക്കുന്നവരിൽ 70% സ്ത്രീകളാണ്. കൃത്യമായ ഡാറ്റ അത് നമുക്ക് വരച്ചു കാണിക്കുന്നു. ബ്രിട്ടനിലെ വെയിൽസ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനമനുസരിച്ച് UK-യിൽ മാത്രം ഓരോ വർഷവും 5000-ലധികം ആളുകൾ പുതുതായി ഇസ്ലാമിലേക്ക് വരുന്നു. ഇതിൽ ഭൂരിഭാഗവും 25 വയസ്സിന് താഴെയുള്ള വിദ്യാഭ്യാസമുള്ള യുവതികളാണ്. അമേരിക്കയിലെ നോക്കുകയാണെങ്കിൽ അവിടെയും സ്ഥിതി വ്യത്യസ്തമല്ല. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിലുള്ളവരാണ് അവിടെ കൂടുതലായി ഇസ്ലാം തിരഞ്ഞെടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, കടുത്ത നിയന്ത്രണങ്ങളുള്ള ഒരു മതം തങ്ങളുടെ ജീവിതത്തിനായി തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് ആ കാരണങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കാം. ആളുകൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം അതിലെ ലളിതമായ ഏകദൈവ വിശ്വാസമാണ്. ഇതിനെ ഇസ്ലാമിക പദാവലിയിൽ തൗഹീദ് എന്ന് വിളിക്കാം. പാശ്ചാത്യ രാജ്യങ്ങളിലെ പല ആളുകളും തങ്ങളുടെ പരമ്പരാഗതമായ മതങ്ങൾ, അതിലെ സങ്കീർണമായ ദൈവസങ്കല്പങ്ങൾ, ഉദാഹരണത്തിന് ട്രിനിറ്റി, ത്രിയേകത്വം അല്ലെങ്കിൽ അനേക ദൈവങ്ങൾ എന്ന സങ്കല്പം, അത് യുക്തിസഹമല്ല എന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഈ ആശയം വളരെ ലളിതമാണ്. പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവ് മാത്രമേയുള്ളൂ, അവന് തുല്യമായി മറ്റാരുമില്ല, അവന് രൂപമില്ല. ഈ ലളിതവും വ്യക്തവുമായ ആശയം യുക്തിചിന്തയുള്ള മനുഷ്യർക്ക് വളരെ വേഗം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട രണ്ടാമത്തെ കാര്യം പൗരോഹിത്യമില്ല. ഇസ്ലാമിൽ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരു പുരോഹിതന്റെയോ മധ്യസ്ഥന്റെയോ ആവശ്യമില്ല. മറ്റു പല മതങ്ങളിലും പാപമോചനം നേടാനോ ദൈവത്തിനോട് പ്രാർത്ഥിക്കാനോ പുരോഹിതന്മാരുടെ സഹായം തേടേണ്ടതുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ഒരു വ്യക്തിക്ക് തെറ്റുപറ്റിയാൽ പള്ളിയിൽ പോയി ആരുടെയും മുന്നിൽ കുറ്റസമ്മതം നടത്തേണ്ടതില്ല. തൻ്റെ റൂമിലിരുന്ന് സൃഷ്ടാവായ ദൈവത്തോട് നേരിട്ട് സംസാരിക്കാനും കരഞ്ഞു പ്രാർത്ഥിക്കാനും ഏതൊരു മനുഷ്യനും സാധിക്കും. ദൈവവുമായി നേരിട്ടുള്ള ഈ ആത്മീയ ബന്ധം പാശ്ചാത്യർക്ക് നൽകുന്നത് വലിയൊരു മാനസിക സ്വാതന്ത്ര്യമാണ്. മൂന്നാമത്തെ കാരണം വംശീയ സമത്വമാണ്. ഇന്നും അമേരിക്കയിലും യൂറോപ്പിലും കറുത്ത വർഗക്കാർ കടുത്ത വംശീയ വിഭജനം നേരിടുന്നുണ്ട്. നിയമങ്ങൾ ഉണ്ടെങ്കിലും സമൂഹത്തിൻ്റെ മനസ്സിൽ ഇന്നും ആ ഒരു വിവേചനമുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ചരിത്രവും അതിൻ്റെ ഘടനയും പരിശോധിച്ചാൽ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. ലോകത്തിലുള്ള വിവിധ കോണുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ വസ്തു. നാലാമത്തത് ഇസ്ലാം കൃത്യമായൊരു ജീവിത പദ്ധതി മുന്നോട്ട് വെക്കുന്നു എന്നതാണ്. 5 വക്ത് നിസ്കാരം, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയ പദ്ധതികൾ, അതോടുകൂടെ തന്നെ മദ്യം, പലിശ തുടങ്ങിയ വർജിക്കുക തുടങ്ങിയ ആർക്കും ഫോളോ ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന വളരെ സന്തോഷമായ ജീവിത പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ അത് ജീവിതത്തിൽ ഒരു സന്തോഷം കൂടി ലഭിക്കുന്നു എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.